ചൂട് പോളിംഗ് ശതമാനം കുറഞ്ഞതിന് ഒരു കാരണമാണ്. മറ്റ് കാരണങ്ങൾ നോക്കിയാൽ പ്യൂരിഫൈഡ് വോട്ടർ പട്ടിക അല്ലായിരുന്നു ഇത്തവണത്തേത് എന്ന് കാണാം. അതായത് മരിച്ചവരുടെയും സ്ഥിര താമസമല്ലാത്തവരുടെയും വോട്ടുകൾ നീക്കം ചെയ്തിട്ടുള്ള പട്ടികയാണ് ഇലക്ഷൻ കമ്മീഷൻ സാധാരണ പുറത്തിറക്കാറ്. പക്ഷേ ഇത്തവണ ആ കാറ്റഗറിയിലുള്ളവരും പട്ടികയിലുണ്ടായിരുന്നു. സ്വാഭാവികമായും മരിച്ചുപോയ ആളുകളെ വോട്ട് ചെയ്യാത്തവർ എന്ന നിലയിലാണ് കമ്മീഷൻ പരിഗണിക്കുക. അപ്പോൾ പോളിംഗ് ശതമാനത്തിൽ കുറവ് വരാം. വോട്ടർ പട്ടികയിൽ വ്യാപകമായിട്ടുള്ള ഇരട്ട വോട്ടുകളും പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നതിന് കാരണമാണ്. 5,34,394 കന്നി വോട്ടർമാരിൽ പകുതിയോളം പേർ പഠനത്തിൻ്റെ ഭാഗമായോ ജോലി നേടിയോ മണ്ഡലത്തിന് പുറത്തായിരുന്നിരിക്കാം എന്നതാണ് മറ്റൊരു കണക്കുകൂട്ടൽ. പോളിംഗ് ബൂത്തുകളിൽ പല കാരണങ്ങൾ കൊണ്ട് വോട്ട് ചെയ്യാൻ വൈകിയിട്ടുണ്ട്. അത് കാരണം ക്യൂവിലുണ്ടായിരുന്ന ആളുകൾ കുറച്ചധികം സ്ഥലങ്ങളിൽ തിരിച്ചുപോയി. അവരിൽ ഭൂരിഭാഗവും പിന്നീട് വന്ന് വോട്ട് ചെയ്തില്ല. ചിലയിടങ്ങളിൽ വോട്ട് ചെയ്തതിന് ശേഷമുള്ള ബീപ്പ് ശബ്ദം കേൾക്കാൻ 5 സെക്കൻഡിൻ്റെ താമസം വന്നിട്ടുണ്ട്. അത് മൊത്തത്തിൽ വോട്ടിംഗ് പ്രോസസ്സ് വൈകാൻ കാരണമായി. ഇപ്പറഞ്ഞത് രാഷ്ട്രീയമല്ലാത്ത കാരണങ്ങൾ. രാഷ്ട്രീയമായ കാരണങ്ങൾ മുന്നണികൾ പറയുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ട് പാരമ്പര്യമായി LDFന് വോട്ട് ചെയ്തിരുന്നവർ ഇത്തവണ വോട്ട് ചെയ്തില്ല എന്നതാണ് UDFൻ്റെ കണ്ടുപിടുത്തം. ഉറച്ച ഇടതുപക്ഷക്കാരായതിനാൽ UDFനോ BJPക്കോ അവർക്ക് വോട്ട് ചെയ്യാനാകാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് എന്നാണ് വാദം. നേരെ തിരിച്ചാണ് LDF പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമം, രാമക്ഷേത്രം, ലീഗ് കൊടിയെടുക്കാൻ അനുവദിക്കാതിരുന്നത്, ലീഗ് സമസ്ത തർക്കം എന്നീ വിഷയങ്ങൾ കാരണം UDFന് ഉറപ്പായും കിട്ടേണ്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല എന്നതാണ് അവരുടെ വിലയിരുത്തൽ. സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ CPMന് ഇത്തവണ കള്ളവോട്ട് ചെയ്യാൻ കഴിയാത്തത് പോളിംഗ് ശതമാനം കുറയാനൊരു കാരണമാണെന്ന് സ്ഥാപിക്കാൻ UDF ശ്രമിക്കുന്നുണ്ട്. കാര്യം എന്തായാലും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് LDFനും കൂടിയാൽ UDFനും ഗുണം ചെയ്യുമെന്ന വിശ്വാസം വർഷങ്ങളായി കേരളത്തിലുണ്ട്.